എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മുഷീറ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അകാലനരക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ആയുർവേദ തൈലങ്ങളെക്കുറിച്ചും കേരതൈലങ്ങളെക്കുറിച്ചുമാണ്. അകാലനര അകറ്റാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒരു തൈലമാണ് പ്രബൗണ്ടരീകാതി തൈലം. താമര, നീലയമരി, ഇരട്ടിമധുരം, തിപ്പലി, ചന്ദനം, നെല്ലിക്ക, കരിമ്പ് എന്നിങ്ങനെയുള്ള ഔഷധങ്ങൾ ചേർത്ത് കാച്ചിയെടുത്തിട്ടുള്ള ഒരു തൈലമാണ് പ്രബൗണ്ടരീകാതി തൈലം. ഈ ഔഷധങ്ങളെല്ലാം നമ്മൾ എള്ളെണ്ണയിലാണ് കാച്ചിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് കറുപ്പ് നൽകാനും അകാലനര അകറ്റാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് പ്രബൗണ്ടരീകാതി തൈലം. ഇത് നമുക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ തലയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം. കൂടുതൽ എണ്ണമഴയുള്ള മുടിയുള്ളവരാണെങ്കിൽ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് തേച്ചിട്ട് നമുക്ക് ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ കടലപ്പൊടിയോ ഉപയോഗിച്ച് കഴുകി കളയാം. വരണ്ട മുടിയുള്ളവരാണെങ്കിൽ പൊട്ടിപ്പോകുന്ന സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അരമണിക്കൂറിൽ കൂടുതൽ 1 മണിക്കൂർ വരെ തലയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം. അമിതമായിട്ട് അകാലനര ഉള്ളവർക്ക് ചെമ്പരത്തിയാതി കേരതൈലത്തിൻ്റെ കൂടെ ചേർത്തും നമ്മൾ ഉപയോഗിക്കാനായിട്ട് കൊടുക്കാറുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ഹിമസാഗര തൈലം. താമര, ഞെരിഞ്ഞിൽ, കദളി, മഞ്ചട്ടി, ഇരട്ടിമധുരം, മുത്തങ്ങ, കർപ്പൂരം തുടങ്ങിയിട്ടുള്ള ഔഷധങ്ങൾ കൂട്ടി കാച്ചിയെടുത്തിട്ടുള്ള തൈലം തന്നെയാണ് ഹിമസാഗര തൈലം. ഇത് കാച്ചിയെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എള്ളെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ ഇതിൽ നമ്മൾ നാളികേരവും അതുപോലെ തന്നെ പാലും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ തൈലം കാച്ചിയെടുക്കുന്നത്. ഹിമസാഗര തൈലവും നമുക്ക് ദിവസേന നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണയോ 3 തവണയൊക്കെ നമുക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി അകാലനര അകറ്റാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന 2 ആയുർവേദ കേരതൈലങ്ങളാണ് കയ്യന്നാദി കേരതൈലവും അതുപോലെ തന്നെ നീലിഭൃംഗാദി കേരതൈലവും. നമ്മുടെ മുടിക്ക് കൂടുതൽ കരുത്ത് നൽകാനും കറുപ്പ് നൽകാനും മുടി കൊഴിച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ നമുക്ക് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കയ്യന്നാദി കേരതൈലവും നീലിഭൃംഗാദി കേരതൈലവും. ഈ 2 കേരതൈലം, ഈ 2 വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ തലയോട്ടിയിൽ ദിവസേന തേച്ച് പിടിക്കല. നമുക്ക് എവിടെയാണോ അകാലനര കൂടുതലായിട്ടുള്ളത് ആ ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുന്നത് അങ്ങനെയുള്ള അകാലനര അകറ്റാനായിട്ട് സഹായിക്കും. കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്, തലനീരിറക്കം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെങ്കിൽ എണ്ണ തേച്ച് കുളി കഴിഞ്ഞതിന് ശേഷം രാസ്നാദിപ്പൊടി തലയിൽ നെറുകയിൽ തിരുമ്മാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അകാലനര അകറ്റാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആയുർവേദ തൈലങ്ങളെക്കുറിച്ചും കേരതൈലങ്ങളെക്കുറിച്ചും പറഞ്ഞ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്